cheering of the crowd shook the window panes of the old buildings surrounding Tompkins Square Park. ആ ക്രൗഡിൻ്റെ ആരവം നിമിത്തം ടോംകിൻസ് സ്ക്വയർ പാർക്കിൻ്റെ ചുറ്റുമുണ്ടായിരുന്ന കെട്ടിടങ്ങളുടെയൊക്കെ വിൻഡോ പെയിൻസൊക്കെ ഷേക്ക് ചെയ്യാൻ തുടങ്ങി. At the center of the ring, the referee was giving instructions to the youngsters. ആ ബോക്സിംഗ് റിങ്ങിൻ്റെ മധ്യഭാഗത്ത് റെഫറി അവർക്ക് കളിക്കാർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു. കീപ് യുവർ പഞ്ചസ് അപ്പ്, ഇടിയൊക്കെ മേൽഭാഗത്തായിരിക്കണം. നോ ലോ ബ്ലോസ്, താഴേക്കൊന്നും ഇടിക്കരുത്. നോ പഞ്ചിങ് ഓൺ ദ ബാക്ക് ഓഫ് ദ ഹെഡ്, തലയുടെ പുറകു വശത്ത് ഇടിക്കരുത്. കീപ് യുവർ ഹെഡ്സ് അപ്പ്, തല ഉയർത്തിപ്പിടിക്കുക. അണ്ടർസ്റ്റാൻഡ്? ലെറ്റ്സ് ഹാവ് എ ക്ലീൻ ഫൈറ്റ്. നൗ ഷേക്ക് ഹാൻഡ്സ് ആൻഡ് കം ഔട്ട് ഫൈറ്റിംഗ്. കൈ കൊടുക്കൂ, ഫൈറ്റ് ആരംഭിക്കൂ. ബോത്ത് യങ്സ്റ്റേഴ്സ് ടച്ച്ഡ് ഗ്ലൗസ് ആൻഡ് നോഡഡ്. ഇരുവരും അവരുടെ ഗ്ലൗസ് തമ്മിൽ കൂട്ടിമുട്ടിച്ചു. ഒരു പറഞ്ഞ കാര്യങ്ങളെല്ലാം സമ്മതിക്കുന്നു എന്ന അർത്ഥത്തിൽ അവർ തലയാട്ടി. They turned and danced quickly to their corners. എന്നിട്ട് അവരുടെ കോർണേഴ്സിലേക്ക് തിരിച്ചുപോയി. ബോങ് ബോങ്, റൗണ്ട് 1. Felix and Antonio turned and faced each other squarely in a fighting pose. ഇരുവരും അഭിമുഖമായിട്ട് വന്നു. ഫേസ്ഡ് ഈച്ച് അതർ സ്ക്വയർലി. സ്ക്വയർലി മീൻസ് ഫേംലി, ഫൈറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചുറച്ച് എന്ന മട്ടിൽ അവർ അഭിമുഖമായിട്ട് വരുന്നു. ഇൻ എ ഫൈറ്റിംഗ് പോസ്, ഒരു ഫൈറ്റിങ്ങിൻ്റെതായ ഒരു പൊസിഷൻ, പോസ്ചറിൽ. Felix wasted no time. He came in fast, head low, half hunched toward his right shoulder and lashed out with a straight left. Felix സമയം ഒട്ടും കളഞ്ഞില്ല. അദ്ദേഹം വേഗത്തിൽ മുന്നോട്ട് വന്ന് തലയൽപ്പം താത്തിപ്പിടിച്ചിട്ടാണ് ഹാഫ് ഹഞ്ച്ഡ് ടുവേർഡ് ഹിസ് റൈറ്റ് ഷോൾഡർ. ഹാഫ് ഹഞ്ച്ഡ് എന്ന്, ഹഞ്ച് എന്ന വാക്കിൻ്റെ അർത്ഥം കൂന് എന്നാണ്. അപ്പോൾ കൂനുള്ള ഒരു ചെറിയ രീതിയിൽ ചരിഞ്ഞ് എന്നിവിടെ അർത്ഥം. ഹഞ്ച്ഡ് ടുവേർഡ് ഹിസ് റൈറ്റ് ഷോൾഡർ, വലതുവശത്തേക്ക് ഒരു ചരിവ്. ആൻഡ് ലാഷ്ഡ് ഔട്ട് വിത്ത് എ സ്ട്രെയിറ്റ് ലെഫ്റ്റ്, അങ്ങോട്ട് ശക്തിയോടെ ഇടിച്ചു. ഏത് കൈ കൊണ്ട്? വിത്ത് ഹിസ് ലെഫ്റ്റ് ഹാൻഡ്, വിത്ത് എ സ്ട്രെയിറ്റ് ലെഫ്റ്റ്. He missed a right cross as Antonio slipped the punch and countered with 3 lefts that snapped Felix's head back, sending a mild shock coursing through him. He missed a right cross. ഫെലിക്സിൻ്റെ ഇടി ഏറ്റില്ല എന്നർത്ഥം. വലത് കൈ കൊണ്ടുള്ള ഒരു ഇടി. He missed it. How? Because Antonio slipped the punch. Antonio ആ ഇടി ഒഴിവാക്കി, തല മാറ്റിക്കൊടുത്തു. ആൻഡ് കൗണ്ടഡ് വിത്ത് 3 ലെഫ്റ്റ്സ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് 3 ഇടി കൊടുത്തു. ദറ്റ് സ്നാപ്ഡ് ഫെലിക്സ് ഹെഡ് ബാക്ക്. അത് ഫെലിക്സിൻ്റെ തല പുറകോട്ട് പോകാൻ ഇടയാക്കി. നല്ലൊരു ഷോക്കായിപ്പോയി. സെൻഡിങ് എ മൈൽഡ് ഷോക്ക് കോഴ്സിങ് ത്രൂ ഹെം. വാസ്തവത്തിൽ അവൻ്റെ ശരീരത്തിലൂടെ ഒരു മൈൽഡ് ഷോക്ക് കടന്നു പോകുവാൻ അത് ഇടവരുത്തി. മൈൽഡ് ഷോക്ക് കോഴ്സിങ് ത്രൂ ഹെം. കോഴ്സ് ത്രൂ മീൻസ് ടു ഫ്ലോ ത്രൂ സംതിങ്. സാധാരണ ലിക്വിഡിനെ ആണ് അത് പരാമർശിക്കാറുള്ളത്. ദ ബ്ലഡ് കോഴ്സിങ് ത്രൂ ദ വെയിൻസ് എന്നൊക്കെ പറയില്ലേ. സോ ഹിയർ എ ഷോക്ക് കോഴ്സിങ് ത്രൂ ഹിസ് ബോഡി. If Felix had any small doubt about their friendship affecting their fight, it was being neatly dispelled. അവരുടെ സൗഹൃദം അവരുടെ ഫൈറ്റിനെ ബാധിക്കുമോ എന്ന് എന്തെങ്കിലും സംശയം ഫെലിക്സിനുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതൊക്കെ ഇല്ലാതാക്കപ്പെടുകയായിരുന്നു. ഇറ്റ് വാസ് ബീയിങ് നീറ്റ്ലി ഡിസ്പെൽഡ്. ഡിസ്പെൽ മീൻസ് ഇല്ലാതാക്കുക. സോ അങ്ങനെയൊന്നും സംശയിക്കേണ്ടതില്ല എന്ന് ഫെലിക്സിന് ബോധ്യമായി. Antonio's left hand was like a piston, pumping jabs one right after another with seeming ease. ആൻ്റോണിയോയുടെ ഇടത് കൈ ഒരു പിസ്റ്റൺ പോലെയായിരുന്നു. പിസ്റ്റൺ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു പെട്രോൾ എഞ്ചിനിലോ ഡീസൽ എഞ്ചിനിലോ ഒക്കെ ഉള്ള ഒരു കമ്പോണൻ്റാണ്.
ഈ പെട്രോൾ കത്തുമ്പോൾ പിസ്റ്റൺ മുമ്പോട്ടും പുറകോട്ടും വളരെ ശക്തിയോടുകൂടി ചലിക്കുന്നു. ആ ചലനമാണ് വാസ്തവത്തിൽ എൻജിൻ്റെ പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻറ്റോണിയോസ് ഹാൻഡ് വാസ് ലൈക്ക് എ പിസ്റ്റൺ pumping jabs one right after another. Jabs means quick blow. വളരെ വേഗത്തിൽ ഒരു എൻജിൻ്റെ പിസ്റ്റൺ പ്രവർത്തിക്കുന്ന മാതിരി അവൻ്റെ കൈ പ്രവർത്തിച്ചു. ആൻഡ് ഹി വാസ് ഡൂയിങ് ദാറ്റ് വിത്ത് സീമിങ് ഈസ് എന്ന് പറഞ്ഞാൽ ഒരു ഈസോടുകൂടി, ഒരു വളരെ ലാഘവത്തോടുകൂടി അത് ചെയ്യുന്നതായിട്ട് കാണപ്പെട്ടു. ഫെലിക്സ് ബോബ്ഡ് ആൻഡ് വീവ്ഡ് ആൻഡ് നെവർ സ്റ്റോപ്ഡ് ബോറിങ് in. Bobbed means jumped up and down. So bobbing is jumping up and down, and weaved means moved sideways. ഇടത്തോട്ടും വലത്തോട്ടും ചെറുതായിട്ട് ചലിക്കുന്നതിനാണ് വീവ് എന്ന് പറയുന്നത്. ആൻഡ് ഹി നെവർ സ്റ്റോപ്ഡ് ബോറിങ് in, മീനിങ് മുമ്പോട്ട് ആക്രമിക്കാനായിട്ട് വരുന്നത് അവൻ ഒരു സമയത്തും നിർത്തിക്കളഞ്ഞില്ല. ആൻറ്റോണിയോട് അടുത്തടുത്ത് വരുന്നത് നിർത്തിയില്ല. He knew that at long range he was at a disadvantage. അകന്ന് നിന്നാൽ അത് അവന് ഡിസഡ്വാൻറ്റേജസ് ആയിരിക്കുമെന്ന് അവനറിയാമായിരുന്നു. അറ്റ് ലോങ് റേഞ്ച് മീൻസ് അകന്ന് നിന്നാൽ. ആൻറ്റോണിയോ ഹാഡ് ടു മച്ച് റീച്ച് ഓൺ ഹെം. കാരണം എന്താണ്, ആൻറ്റോണിയോ കുറച്ച് ടോളാണ്, ആൻറ്റോണിയോയ്ക്ക് കൈകൾക്ക് നീളമുണ്ട്. സോ ആൻറ്റോണിയോയ്ക്ക് എളുപ്പം അവനെ എത്തുമായിരുന്നു. ഓൺലി ബൈ കമ്മിങ് ഇൻ ക്ലോസ് കുഡ് ഫെലിക്സ് ഹോപ്പ് ടു അച്ചീവ് ദ ഡ്രീംഡ് ഓഫ് നോക്കൗട്ട്. അപ്പോൾ അതുകൊണ്ട് ആൻറ്റോണിയോയോട് അടുത്ത് വന്ന് നിന്ന് ഫൈറ്റ് ചെയ്താൽ മാത്രമേ ഫെലിക്സിന് താൻ സ്വപ്നം കണ്ട ആ നോക്കൗട്ട് നേടിയെടുക്കുക സാധ്യമാവുമായിരുന്നുള്ളൂ. Antonio knew the dynamite that was stored in his Amigo brother's fist. തൻ്റെ അമിഗോ ബ്രദറായ ഫെലിക്സിൻ്റെ മുഷ്ടിയിൽ സംഭരിച്ചു വെച്ചിരുന്ന ഡൈനമൈറ്റിനെ സംബന്ധിച്ച് ആൻറ്റോണിയോയ്ക്ക് നല്ല ധാരണയുണ്ടായിരുന്നു. He ducked a short right and missed a left hook. Duck means to lower the head. അപ്പോൾ ഫെലിക്സിൻ്റെ ഇടി ഏൽക്കാതിരിക്കാനായിട്ട് അവൻ തല താഴ്ത്തി. ആൻഡ് മിസ്ഡ് എ ലെഫ്റ്റ് ഹുക്ക്, ഒരു ഇടത് കൈ കൊണ്ടുള്ളൊരു ഇടി അവൻ മിസ്സാക്കുകയും ചെയ്തു. ഫെലിക്സ് ട്രാപ്ഡ് ഹെം അഗെയിൻസ്റ്റ് ദ റോപ്സ് ജസ്റ്റ് ലോങ് ഇനഫ് ടു പോർ സം പണിഷിംഗ് റൈറ്റ്സ് ആൻഡ് ലെഫ്റ്റ്സ് ടു ആൻറ്റോണിയോസ് ഹാർഡ് മിഡ് സെക്ഷൻ. ഫെലിക്സ് ആൻറ്റോണിയോയെ ആ ബോക്സിംഗ് റിങ്ങിൻ്റെ വശങ്ങളിലുള്ള റോപ്പിന്മേൽ ട്രാപ്പ് ചെയ്തു. എന്നിട്ട് കുറേ ഇടി കൊടുത്തു. സം പണിഷിംഗ് റൈറ്റ്സ് ആൻഡ് ലെഫ്റ്റ്സ് ടു ആൻറ്റോണിയോസ് ഹാർഡ് മിഡ് സെക്ഷൻ. മിഡ് സെക്ഷൻ എന്നത് ശരീരത്തിൻ്റെ മധ്യഭാഗത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ ആൻറ്റോണിയോയുടെ ശരീരത്തിൻ്റെ മധ്യഭാഗത്ത്, ഒരുപക്ഷെ വയറിൻ്റെയൊക്കെ ഭാഗത്ത് കുറേ ഇടി കൊടുത്തു. ആൻറ്റോണിയോ സ്ലിപ്ഡ് അവേ ഫ്രം ഫെലിക്സ്, crashing 2 lefts to his head, which set Felix's right ear ringing. എന്നാൽ ആൻറ്റോണിയോ വളരെ വേഗം അവിടുന്ന് സ്ലിപ്പ് ചെയ്തു, അവിടുന്ന് രക്ഷപ്പെട്ടു. ക്രാഷിങ് 2 lefts to his head, രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല ഫെലിക്സിൻ്റെ തലയിലേക്ക് 2 ഇടി കൊടുക്കുകയും ചെയ്തു. വിച്ച് സെറ്റ് ഫെലിക്സ് റൈറ്റ് ഇയർ റിങ്ങിങ്. ആ ഇടി ഫെലിക്സിനേറ്റു, അവൻ്റെ കാതിൽ ഒരു മുഴക്കം കേൾക്കാൻ അതിടവരുത്തി. ഫെലിക്സ് എന്ത് ചെയ്തു? ഫെലിക്സ് വാക്ക്ഡ് ബ്രിസ്ക്ലി ബാക്ക് ടു ഹിസ് കോർണർ. പെട്ടെന്ന് തന്നെ ഫെലിക്സ് തൻ്റെ കോർണറിലേക്ക് വേഗത്തിൽ നടന്ന് പോയി. ആൻറ്റോണിയോ ഗ്രേസ്ഫുള്ളി ഡാൻസ്ഡ് ഹിസ് വേ ടുവേർഡ് ഹിസ് സ്റ്റൂൾ. ആൻറ്റോണിയോ ആണെങ്കിൽ വളരെ രമ്യമായ വിധത്തിൽ തൻ്റെ സ്റ്റൂളിലേക്ക് ഡാൻസ് ചെയ്തുകൊണ്ട് പോയി. ബോങ് ബോങ്, റൗണ്ട് 2. Felix was off his stool and rushed to Antonio like a bull, sending a hard right to his head. റൗണ്ട് 2 ആരംഭിക്കുന്നു. ഫെലിക്സ് വാസ് ഓഫ് ഹിസ് സ്റ്റൂൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സ്റ്റൂളിൽ നിന്ന് ചാടി എഴുന്നേറ്റ് റഷ് ടു ആൻറ്റോണിയോ ലൈക്ക് എ ബുൾ, ഒരു ബുള്ളിനെ പോലെ ആൻറ്റോണിയോയെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് കുതിച്ചു ചെന്നു. സെൻഡിങ് എ ഹാർഡ് റൈറ്റ് ടു ഹിസ് ഹെഡ്, നേരെ ഓടിച്ചെന്ന് അവൻ്റെ തലയിലൊരിടി. ആൻറ്റോണിയോ ഹേർട്ട് sent back a blurring barrage of lefts and rights that only meant pain to Felix. എന്നാൽ ആൻറ്റോണിയോ എന്ത് ചെയ്തു? ആൻറ്റോണിയോയ്ക്ക് നന്നായിട്ട് വേദനിച്ചു. പക്ഷേ അവൻ വെറുതെ ഇരുന്നില്ല. പെട്ടെന്ന് തന്നെ സെൻറ്റ് ബാക്ക് എ ബ്ലറിങ് ബരാഷ് ഓഫ് ലെഫ്റ്റ്സ് ആൻഡ് റൈറ്റ്സ്. ബരാഷ് എന്ന് പറയുന്നത് തുരുതുരാ ഉള്ളത് എന്നാണ് ആ വാക്ക് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തുരുതുരാ ഉള്ള കുറേ ഇടികൾ, ലെഫ്റ്റ്സ് ആൻഡ് റൈറ്റ്സ്,
തിരിച്ചു കൊടുത്തു. ദാറ്റ് ഓൺലി മെൻറ്റ് പെയിൻ ടു ഫെലിക്സ്. അതൊക്കെ ശരിക്കും ഫെലിക്സിന് വേദന ഉളവാക്കുന്നതായിരുന്നു. ഫെലിക്സ് ബോബ്ഡ് ആൻഡ് വീവ്ഡ്, occasionally punching his gloves together. സോ ഫെലിക്സ് ബോബിങ് ആൻഡ് വീവിങ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ചാടുകയും ആടുകയും ഒക്കെ ചെയ്യുന്നതാണ് ആ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒക്കേഷണലി പഞ്ചിങ് ഹിസ് ടു ഗ്ലൗസ് ടുഗെദർ, ഇടയ്ക്കിടയ്ക്ക് തൻ്റെ ഗ്ലൗസുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്നുണ്ടായിരുന്നു. അന്റോണിയോ വെയിറ്റഡ് ഫോർ ദ റഷ് ദാറ്റ് വാസ് ഷുവർ ടു കം. എന്നാൽ അന്റോണിയോയ്ക്ക് അറിയാമായിരുന്നു ഫെലിക്സ് ഉടൻ ആക്രമിക്കുമെന്ന്. He waited for the rush. Rush means attack. He waited for the attack that was sure to come. Felix closed in and feinted with his left shoulder and threw a right instead. Felix എന്ത് ചെയ്തു? Closed in, വളരെ അടുത്തേക്ക് വന്നു. And feinted with his left shoulder. Feint means to make a mock attack. അതായത് ആക്രമിക്കാൻ പോകുന്നത് പോലെ കാണിക്കുന്നു, ഒരു ആക്ഷൻ മാത്രം. സോ ഇവിടെ ഹി ഫെയിൻറ്റഡ് വിത്ത് ദിസ് ലെഫ്റ്റ് ഷോൾഡർ, ഇടത് വശം കൊണ്ട് അല്ലെങ്കിൽ ഇടത് കൈ കൊണ്ട് ഇടിക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നു. പക്ഷേ എന്ത് ചെയ്തു? ത്രൂ എ റൈറ്റ് ഇൻസ്റ്റെഡ്. പക്ഷേ ഇടിച്ചത് വലത് കൈ കൊണ്ടായിരുന്നു. റൈറ്റ്സ് ടു ദ ബോഡി, ലെഫ്റ്റ്സ് ടു ദ ഹെഡ്. നൈദർ ഫൈറ്റർ വാസ് ഗിവിങ് ആൻ ഇഞ്ച്. അപ്പോൾ തുരുതുരാ ഇടികൾ വരുന്നു. രണ്ടുപേരും ഇഞ്ചോടിഞ്ച് പോരാട്ടം, ആരും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. സഡൻലി എ ഷോർട്ട് റൈറ്റ് കോട്ട് അന്റോണിയോ സ്ക്വയർലി ഓൺ ദ ചിൻ. പെട്ടെന്ന് ഒരു വലത് കൈ കൊണ്ടുള്ള ഒരു ഇടി അന്റോണിയോയുടെ ചിന്നിൽ ഏറ്റു. സ്ക്വയർലി ഓൺ ദ ചിൻ മീൻസ് ഡയറക്ട്ലി ഓൺ ദ ചിൻ. ഹിസ് ലോങ് ലെഗ്സ് ടേൺഡ് ജെല്ലി ആൻഡ് ഹിസ് ആംസ് ഫ്ലെയിൽഡ് ഔട്ട് ഡെസ്പറേറ്റ്ലി. അവൻ്റെ ആ നീളമുള്ള കാലുകൾ ജെല്ലി പോലെയായി എന്ന് പറഞ്ഞാൽ കുഴഞ്ഞുപോയി. ആൻഡ് ഹിസ് ആംസ് ഫ്ലെയിൽഡ് ഔട്ട് ഡെസ്പറേറ്റ്ലി. ഫ്ലെയിൽഡ് മീൻസ് മൂവ്ഡ്. ഒരുമാതിരി കൈകളും കുഴഞ്ഞു പോയതുപോലെ കിടന്ന് ആടുവാൻ തുടങ്ങി. ഫെലിക്സ് ഗ്രണ്ടിങ് ലൈക്ക് എ ബുൾ ത്രൂ വൈൽഡ് പഞ്ചസ് ഫ്രം എവറി ഡയറക്ഷൻ. ഫെലിക്സ് ആണെങ്കിൽ ഒരു കാളെ അമർന്നത് പോലെ അമറിക്കൊണ്ട് മുന്നോട്ട് വന്നിട്ട് ത്രൂ വൈൽഡ് പഞ്ചസ് ഫ്രം എവറി ഡയറക്ഷൻ, എല്ലാ ദിശയിൽ നിന്നും വൈൽഡായിട്ടുള്ള ഇടികൾ തൊടുത്തു വിട്ടു. Antonio groggy bobbed and weaved, evading most of the blows. Antonio groggy ആയിക്കഴിഞ്ഞു. ഗ്രോഗി മീൻസ് വീക്കൻഡ്. അപ്പോൾ അന്റോണിയോ ഇപ്പോൾ അല്പം വീക്കായിരിക്കുന്നു. ഹി ബോബ്ഡ് ആൻഡ് വീവ്ഡ്, ഇവേഡിങ് മോസ്റ്റ് ഓഫ് ദ ബ്ലോസ്. അങ്ങനെ ചാടിക്കൊണ്ടും ആടിക്കൊണ്ടൊക്കെ ഇരുന്നു. പല ബ്ലോസും ഇവേഡ് ചെയ്യുന്നതിൽ അവൻ വിജയിക്കുന്നുണ്ടായിരുന്നു. ഇവേഡ് എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറുക. സഡൻലി ഹിസ് ഹെഡ് ക്ലിയർഡ്. എന്നാൽ പെട്ടെന്ന് തന്നെ അവൻ്റെ തല ക്ലിയറായി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇടികൾ മുഖാന്തരം ഉണ്ടായ ആ ഒരു മന്നിപ്പ് മാറി തല ക്ലിയറായി. ഹിസ് ലെഫ്റ്റ് ഫ്ലാഷ്ഡ് ഔട്ട് ഹാർഡ് ആൻഡ് സ്ട്രെയിറ്റ്, ക്യാച്ചിങ് ഫെലിക്സ് ഓൺ ദ ബ്രിഡ്ജ് ഓഫ് ഹിസ് നോസ്. അപ്പോൾ അവൻ നല്ലൊരു ഇടത് കൈ കൊണ്ട് നല്ലൊരു ഇടി കൊടുത്തു. എവിടെയാണ്? ക്യാച്ചിങ് ഫെലിക്സ് ഓൺ ദ ബ്രിഡ്ജ് ഓഫ് ഹിസ് നോസ്. ഫെലിക്സിൻ്റെ മൂക്കിൻ്റെ പാലത്തിനിട്ടായിരുന്നു ആ ഇടി. In a fog, Felix heard the roaring of the crowd, who seemed to have gone insane. Fog means confusion, ഒരു കൺഫ്യൂസ്ഡ് മെൻ്റൽ സ്റ്റേറ്റ്. അപ്പോൾ ഫെലിക്സ് ഇപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റിലായിപ്പോയി. എന്നിരുന്നാലും ഹി ഹേർഡ് ദ റോറിങ് ഓഫ് ദ ക്രൗഡ്, ആ ക്രൗഡിൻ്റെ ആരവം അവൻ ശ്രദ്ധിച്ചു. ഹു സീം ടു ഹാവ് ഗോൺ ഇൻസെയിൻ. ദ ക്രൗഡ് സീം ടു ഹാവ് ഗോൺ ഇൻസെയിൻ എന്ന് പറയുമ്പോൾ ഇൻസെയിൻ എന്ന വാക്കിൻ്റെ അർത്ഥം ബുദ്ധിഭ്രമം സംഭവിച്ച എന്നാണ്. അപ്പോൾ ക്രൗഡ് ഇപ്പോൾ വല്ലാതെ ഉച്ചവയ്ക്കുന്നു, ശബ്ദമുണ്ടാക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു കമൻറ്റ്. ഹിസ് ഹെഡ് ക്ലിയർ ടു ഹിയർ ദ ബെൽ സൗണ്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ റൗണ്ട്. എന്തായാലും പെട്ടെന്ന് തല ക്ലിയറായി. അപ്പോൾ അവൻ ഒരു മണി ശബ്ദം കേൾക്കുന്നു. അത് ആ രണ്ടാം റൗണ്ടിൻ്റെ അവസാനം കുറിക്കുന്ന ബെല്ലിൻ്റെ ശബ്ദമായിരുന്നു. ഹിസ് ട്രെയിനർ സാറ്റ് ഹിം ഡൗൺ ഓൺ ദ സ്റ്റൂൾ. അവൻ്റെ ട്രെയിനർ മുന്നോട്ട് വന്ന് അവനെ പിടിച്ച് സ്റ്റൂളിലിരുത്തി. ഇൻ ഹിസ് കോർണർ അന്റോണിയോ വാസ് ഡൂയിങ് വാട്ട് ഓൾ ഫൈറ്റേഴ്സ് ഡു വെൻ ദേ ആർ ഹേർട്ട്. അന്റോണിയോയുടെ കോർണറിൽ അന്റോണിയോയും അവിടെ ഇരിക്കുന്നു. അന്റോണിയോ എന്ത് ചെയ്യുന്നു? ഹി വാസ് ഡൂയിങ് വാട്ട് ഓൾ ഫൈറ്റേഴ്സ് ഡു വെൻ ദേ ആർ ഹേർട്ട്. പരിക്കേറ്റ് കഴിയുമ്പോൾ എല്ലാ ഫൈറ്റേഴ്സും ചെയ്യുന്ന മാതിരി തന്നെ അവനും ചെയ്തുകൊണ്ടിരുന്നു. എന്തായിരുന്നു അത്? ദേ സിറ്റ് ആൻഡ് സ്മൈൽ അറ്റ് എവ്രി വൺ. അവർ അവിടെ ഇരുന്ന് എല്ലാവരെയും നോക്കി ചിരിക്കുന്നു. ദാറ്റ്സ് വാട്ട് അന്റോണിയോ വാസ് ഡൂയിങ്. The referee signaled the ring doctor to check the fighters out.
He did so and then gave his okay. The referee signaled the ring doctor, meaning referee ഡോക്ടറെ വിളിച്ചു, ഫൈറ്റേഴ്സിനെ ചെക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഹി ഡിഡ് സോ ആൻഡ് ഗേവ് ഹിസ് ഓക്കെ. ആ ഡോക്ടർ വന്ന് അങ്ങനെ ചെയ്തു, എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു. ദ കോൾഡ് വാട്ടർ സ്പോഞ്ചസ് ബ്രോട്ട് ക്ലാരിറ്റി ടു ബോത്ത് ആമിഗോ ബ്രദേഴ്സ്. രണ്ടുപേരുടെ മേലും കോൾഡ് വാട്ടർ അപ്ലൈ ചെയ്തിരുന്നു. അത് അവരുടെ അവസ്ഥ മെച്ചപ്പെടുത്തി. ദേ വർ റബ്ഡ് അണ്ടിൽ ദെയർ സർക്കുലേഷൻ റാൻ ഫ്രീ. അവരുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഓക്കെ ആകുന്നതിന് വേണ്ടി ആവശ്യമായ മസാജിങ് ഒക്കെ നൽകി. ബോങ്, റൗണ്ട് 3, ദ ഫൈനൽ റൗണ്ട്. Up to now, it had been tic-tac-toe, pretty much even. ഇതുവരെയും ഏതാണ്ട് ഇരുവരും ഒരേ നിലയിലായിരുന്നു. ടിക് ടാക് ടോ മീൻസ് പ്രിറ്റി മച്ച് ഈവൻ. ഈവൻ മീൻസ് ഈക്വൽ. രണ്ടുപേരും തുല്യത്തിന് തുല്യമായിരുന്നു. ബട്ട് എവ്രി വൺ ന്യൂ there could be no draw and that this round would decide the winner. എന്നാൽ എല്ലാവർക്കും അറിയാമായിരുന്നു ഈ മത്സരത്തിൽ ഡ്രോ ഉണ്ടാകില്ല എന്ന്. ഈ റൗണ്ടായിരിക്കും വിജയിയെ നിശ്ചയിക്കുക എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. This time, to Felix's surprise, it was Antonio who came out fast, charging across the ring. ഇത്തവണ ഫെലിക്സിനെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് അന്റോണിയോ ആയിരുന്നു ആക്രമിക്കുന്നതിന് വേണ്ടി വേഗം മുന്നോട്ട് വന്നത്. ഫെലിക്സ് ബ്രേസ്ഡ് ഹിംസെൽഫ് ബട്ട് കുഡിൻറ്റ് വാർഡ് ഓഫ് ദ ബറാഷ് ഓഫ് പഞ്ചസ്. ബ്രേസ് വൺ സെൽഫ് എന്ന് പറഞ്ഞാൽ ഒരു മോശമായ കാര്യത്തെ നേരിടുന്നതിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുക എന്നാണ് അർത്ഥം. അപ്പോൾ ഫെലിക്സ് ബ്രേസ്ഡ് ഹിംസെൽഫ് ടു മീറ്റ് അന്റോണിയോ. അന്റോണിയോയുടെ ആക്രമണത്തെ നേരിടാൻ ഒരുങ്ങി. ബട്ട് കുഡിൻറ്റ് വാർഡ് ഓഫ് ദ ബറാഷ് ഓഫ് പഞ്ചസ്. പക്ഷേ അവൻ്റെ ആക്രമണം അല്ലെങ്കിൽ അവൻ്റെ ഇടികൾ ഒഴിവാക്കുവാനായിട്ട് ഫെലിക്സിന് കഴിഞ്ഞില്ല. വാർഡ് ഓഫ് സംതിങ് മീൻസ് to avoid something. So Felix was not able to ward off the barrage of punches given by Antonio. Felix tapped his gloves and commenced his attack anew. Felix commenced his attack anew. Commence means began. So he started his attack anew. പുതുതായിട്ട് വീണ്ടും ആക്രമണം ആരംഭിച്ചു. Antonio, throwing boxer scotch into the winds, jumped in to meet him. Both pounded away. ആൻ്റോണിയോ ആണെങ്കിൽ ഒരു ബോക്സറിൻ്റേതായിട്ടുള്ള ജാഗ്രത അല്ലെങ്കിൽ ഒരു അപകടങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു ശ്രദ്ധ, അതൊന്നും ഇവിടെ പരിഗണിക്കാതെ അവൻ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് ചാടി വന്നു. ബോത്ത് പൗണ്ടഡ് അവേ. രണ്ടുപേരും നന്നായിട്ട് പൊരുതി പരസ്പരം ആക്രമിച്ചു കൊണ്ടേയിരുന്നു. Neither gave an inch and neither fell to the canvas. ആരും ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കുന്നില്ല, ആൻഡ് ആരും ക്യാൻവാസിലേക്ക് വീഴുന്നുമില്ല. ക്യാൻവാസ് റെഫർ ടു ദ ഫ്ലോർ ഓഫ് ദ ബോക്സിംഗ് റിങ്. അപ്പോൾ അവിടെ ആ ഫ്ലോറിൽ വീഴുമ്പോഴാണല്ലോ ഒരാൾക്ക് പോയിൻ്റ് നഷ്ടപ്പെടുക. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നില്ല. ദേ ഫോട്ട് ടോ ടു ടോ. ഇരുവരും അഭിമുഖമായി നിന്നിട്ട് ഡയറക്ട്ലി ഒപ്പോസിങ് ഈച്ച് അതർ ദേ വർ ഫൈറ്റിംഗ്. The sounds of their blows were loud in contrast to the silence of a crowd gone completely mute. അവരുടെ ബ്ലോസിൻ്റെ ശബ്ദം, the sounds of their blows were loud. വളരെ ശബ്ദത്തിൽ അത് കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. In contrast to the silence of a crowd gone completely mute. ഇപ്പോൾ ആ ക്രൗഡിൻ്റെ ഭാഗത്ത് ആരവമൊന്നുമില്ല. പിന്നെ എന്താണ് ഇപ്പോൾ അവസ്ഥ? സൈലൻസ് ഓഫ് എ ക്രൗഡ്. ആ ക്രൗഡ് ഇപ്പോൾ സൈലൻ്റ് ആയിരിക്കുന്നു, നിശബ്ദമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ബ്ലോസിൻ്റെ ശബ്ദം നന്നായിട്ട് കേൾക്കാം. ദ റെഫറി വാസ് സ്റ്റൺഡ് ബൈ ദെയർ സാവേജറി. അവരുടെ ആ ക്രൗര്യം കണ്ടിട്ട്, അവരുടെ ആ വല്ലാത്ത രീതിയിലുള്ള പോരാട്ടം കണ്ടിട്ട് റെഫറി തന്നെ സ്റ്റണ്ടായി പോയിരിക്കുന്നു, മീനിങ് അത്ഭുത സ്തബ്ധനായി പോയിരുന്നു. ബോങ് ബോങ് ബോങ്. The bell sounded over and over again. മണിശബ്ദം വീണ്ടും വീണ്ടും മുഴക്കിക്കൊണ്ടിരുന്നു. ഫെലിക്സ് ആൻഡ് അന്റോണിയോ were past hearing. പക്ഷേ ഫെലിക്സും അന്റോണിയോവും ഇതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. Their blows continued to pound on each other like hailstones. അവർ പരസ്പരം ഇടിക്കുന്നതിൽ തുടർന്നു. അവരുടെ ഇടികൾ ഹെയിൽ സ്റ്റോൺ മാതിരിയായിരുന്നു. ഹെയിൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ആലിപ്പഴം എന്നർത്ഥം, വലിയ ഐസ് കട്ടകൾ പോലെ. Finally, the referee and the two trainers pried Felix and Antonio apart.
അവസാനം റെഫറിയും വേറെ 2 ട്രെയിനർമാരും മുന്നോട്ട് വന്ന് ഇവരെ രണ്ടുപേരെയും ബലമായി പിടിച്ചു മാറ്റി. പ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടിച്ചേർന്നിരിക്കുന്ന 2 വസ്തുക്കളുടെ ഇടയിലേക്ക് ഒരു ലിവറോ പാരയോ എന്തെങ്കിലും കടത്തി അത് തമ്മിൽ വേർപെടുത്തുക എന്നാണ് അർത്ഥം. സോ ഹിയർ ദ ട്രെയിനേഴ്സ് പ്രൈഡ് ഫെലിക്സ് ആൻഡ് അന്റോണിയോ അപ്പാർട്ട്. Cold water was poured over them to bring them back to their senses. അവരെ സുബോധത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അവരുടെ മേൽ തണുത്ത വെള്ളമൊഴിച്ചു. They looked around and then rushed toward each other. അവരെ ചുറ്റിനും നോക്കി, എന്നിട്ട് രണ്ടുപേരും ഓടിയെടുത്തു. A cry of alarm surged through Tompkins Square Park. Was this a fight to the death instead of a boxing match? A cry of alarm. ഭയത്തിൻ്റേതായ, ഭീതിയുടേതായ ഒരു കരച്ചിൽ, ഒരു പേടിയുടേതായ ഒരു അലർച്ച ആ ടോംകിൻസ് സ്ക്വയർ പാർക്കിലുടനീളം മുഴങ്ങിക്കേട്ടു. എന്താണ് കാരണം? വാസ് ദിസ് എ ഫൈറ്റ് ടു ദ ഡെത്ത് ഇൻസ്റ്റെഡ് ഓഫ് എ ബോക്സിംഗ് മാച്ച്? എവരുടെയും മനസ്സിലൊരു ചോദ്യം ഉയർന്നു വന്നു. ഇത് ഒരു മരണം വരെയുള്ളൊരു പോരാട്ടമോ അതോ കേവലം ഒരു ബോക്സിംഗ് മാച്ചോ? The fear soon gave way to wave upon wave of cheering as the two amigos embraced. എന്നാൽ ആ ഭീതി പെട്ടെന്ന് തന്നെ വലിയൊരു ഹർഷാരവത്തിന് വഴിമാറി. എന്താണ് കാരണം? The two amigos embraced. അന്റോണിയോയും ഫെലിക്സും പരസ്പരം കെട്ടിപ്പുണരുന്നതാണ് കാണികൾ കാണുന്നത്. No matter what the decision, they knew they would always be champions to each other. റഫറിയുടെ തീരുമാനം എന്തുതന്നെയായാലും, മത്സരഫലം എന്തുതന്നെയായിരുന്നാലും അവർക്കറിയാമായിരുന്നു അവർ ഇരുവരും പരസ്പരം ചാമ്പ്യൻസ് ആയി തുടരുമായിരുന്നു. അവർ രണ്ടുപേരും ചാമ്പ്യൻസാണ് എന്ന് അവർക്ക് അറിയാമായിരുന്നു. ബോങ് ബോങ് ബോങ്. Ladies and gentlemen, the winner and representative to the Golden Gloves Tournament of Champions is... The announcer turned to point to the winner and found himself alone. Arm in arm, the champions had already left the ring. അപ്പോൾ ഇവിടെ വിജയിയെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട് അനൗൺസർ മൈക്ക് എടുത്തിരിക്കുകയാണ്. വിജയിയുടെ പേര് പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് വിജയിയെ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നു. അങ്ങോട്ടേക്ക് നോക്കുന്നു. വിജയ് നിന്നിടത്തേക്ക് നോക്കുമ്പോൾ അനൗൺസർ എന്താ കാണുന്നത്? അവിടെ ആരെയും കാണുന്നില്ല. ദി അനൗൺസർ ടേൺഡ് ടു പോയിൻറ്റ് ടു ദ വിന്നർ ആൻഡ് ഫൗണ്ട് ഹിംസെൽഫ് അലോൺ. നോക്കിയപ്പോൾ അവിടെ ഇവർ രണ്ടുപേരെയും കാണാനില്ല. അദ്ദേഹം അവിടെ തനിയെ നിൽക്കുകയാണ്. ആമിൻ ആം, ദ ചാമ്പ്യൻസ് ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് ദ റിംഗ്. കൈ കോർത്ത് പിടിച്ച് അന്റോണിയോയും ഫെലിക്സും ആ ബോക്സിംഗ് റിങ് വിട്ടുപോയി കഴിഞ്ഞിരുന്നു. വിന്നർ ആരാണെന്ന് പറയാതെ കഥ അവസാനിപ്പിച്ചത് മോശമായി പോയോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. യൂഷ്വലി ഇൻ എ സ്റ്റോറി ഓർ ഇൻ എ മൂവി, വെൻ ദർ ഇസ് എ ഫൈറ്റ് ലൈക്ക് ദിസ്, വി ടെൻ ടു ടേക്ക് സൈഡ്സ്. സാധാരണ ഒരു കഥയിലാവട്ടെ ഒരു സിനിമയിലാവട്ടെ ഇതുപോലെ ഒരു ഫൈറ്റൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ കാണികൾ ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്കങ്ങനെ പക്ഷം പിടിക്കാൻ തോന്നിയോ? ഇപ്പോൾ നിങ്ങളോട് ചോദിക്കാമെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് അന്റോണിയോ വിജയിക്കണമെന്നാണോ ഫെലിക്സ് വിജയിക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറയാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അതെന്താ കാണിക്കുന്നത്? ദാറ്റ് ഷോസ് ദാറ്റ് ഹിയർ വിന്നിങ് ഈസ് നോട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ ഇവിടെ ആര് വിജയിക്കുന്നു എന്നതിനല്ല പ്രാധാന്യം. വാസ്തവത്തിൽ കഥയിലെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഈ ബോക്സിംഗ് കോൺടെസ്റ്റ് അല്ല, പിന്നെയോ സൗഹൃദത്തിന് പോറലേൽക്കാതെ എങ്ങനെ ഈ മത്സരത്തിൽ പങ്കെടുക്കും എന്നുള്ളതായിരുന്നു ഈ കഥയിലെ കോൺഫ്ലിക്റ്റ്. The conflict in the story was in having to fight each other without that affecting their friendship in any way. എന്നാൽ this conflict was resolved at the end of the story when we see the two amigos embracing each other. കഥയുടെ അവസാനം ഈ രണ്ടുപേരും ഓടി വന്ന് കെട്ടിപ്പുണരുന്നത് കാണുമ്പോൾ ആ കോൺഫ്ലിക്റ്റ് അവിടെ
തീരുകയാണ്. അതോടുകൂടി ഏവർക്കും ബോധ്യപ്പെടുന്നു എന്ത്, ഇവരുടെ സൗഹൃദത്തിന് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നുള്ളത്, അല്ലേ? സോ ദേ വേർ ഏബിൾ ടു ഫൈറ്റ് അറ്റ് ദ സെയിം ടൈം മെയിൻറ്റെയിൻ ദ ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ വി സീ ദി അമിഗോസ് ഡൂയിങ് ജസ്റ്റിസ് ടു ബോത്ത് ദെയർ ഫ്രണ്ട്ഷിപ്പ് ആസ് വെൽ ആസ് ദെയർ ഫേവറേറ്റ് സ്പോർട്ട് ബോക്സിങ്. അപ്പോൾ ഇവിടെ ഈ സുഹൃത്തുക്കൾ രണ്ട് കാര്യങ്ങളോട് നീതി പുലർത്തുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഒന്ന്, അവരുടെ സൗഹൃദത്തിനോട് അവർ നീതി പുലർത്തുന്നു. രണ്ട്, അവരുടെ ബോക്സിംഗ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സ്പോർട്ടിംഗ് ഇനത്തോട് അവർ നീതി പുലർത്തുന്നു. അവർ ബോക്സിങ്ങിൽ നല്ല ഫൈറ്റ് തന്നെ കാഴ്ചവെച്ചു, അല്ലേ? ദേ ഫോട്ട് റിയലി വെൽ. എന്തിനാ അത്ര തീവ്രമായി ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല, ബിക്കോസ് ദേ ലവ്ഡ് ദറ്റ് സ്പോർട്ട്. ആ സ്പോർട്ടിനോട് അവർക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആ വിധത്തിൽ ഫൈറ്റ് ചെയ്തത്, അല്ലാതെ ജയിക്കണമെന്നത് കൊണ്ട് മാത്രമല്ല. സോ അങ്ങനെ നോക്കുമ്പോൾ ഈ കഥ സ്പോർട്സ്മാൻ സ്പിരിറ്റിന് നല്ലൊരു ഉദാഹരണമാണെന്ന് പറയാം, അല്ലേ? ഇവർ രണ്ടുപേരും, ഇവരുടെ ആ ഫൈറ്റ് എന്ന് പറയുന്നത് സ്പോർട്സ്മാൻ സ്പിരിറ്റിന് നല്ലൊരു ഉദാഹരണമാണ്. പിന്നെ വേറൊരു കാര്യം നമുക്ക് പറയാവുന്നത്, ഈ കഥ തെളിയിക്കുന്നത് ട്രൂ ഫ്രണ്ട്ഷിപ്പ് ക്യാൻ സർവൈവ് എനി കോമ്പറ്റീഷൻ. അതെ, യഥാർത്ഥ സൗഹൃദം അത് ഏതൊരു മത്സരത്തെയും അതിജീവിക്കും. ട്രൂ ഫ്രണ്ട്ഷിപ്പ് ക്യാൻ സർവൈവ് എനി കോമ്പറ്റീഷൻ.